65 സങ്കീർത്തനം 2 വാക്യം. പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ, സകല ജഡവും നിന്റെ അടുക്കിലേക്ക് വരുന്നു. നമ്മുടെ ദൈവത്തിന് മാത്രം അവകാശപ്പെടുന്ന ഒരു ഉന്നതമായ പ്രയോഗമാണ് പ്രാർത്ഥന കേൾക്കുന്നവനായുള്ളവേ എന്നുള്ള കാര്യം. അതിന് കാരണം നമ്മുടെ ദൈവത്തിന് കണ്ണുണ്ട്, കാണുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്തിന് ചെവിയുണ്ട്, കേൾക്കുന്ന ദൈവമാണ്. നമ്മുടെ ദൈവത്തിന് മുഖമുണ്ട്, അത് തിരിക്കാത്ത ഒരു മുഖമാണ്. ചെവി തുറന്നിരിക്കുന്നു എന്നാണ് 34 സങ്കീർത്തനത്തിൽ വായിക്കുന്നത്. തൻ്റെ ഭക്തന്മാരുടെ നിലവിളിക്ക് അവൻ ചെവി തുറന്നിരിക്കുന്നു എന്നാണ്. 34 സങ്കീർത്തനത്തിൽ വായിക്കുന്നത് അവൻ്റെ മുഖം, അവങ്കിലേക്ക് നോക്കിയവരുടെ മുഖം ലജ്ജിച്ചു പോയില്ലെന്നാണ്. ദൈവം കാണുന്ന ഒരു ദൈവമാണ്, കേൾക്കുന്ന ഒരു ദൈവമാണ്. മാത്രമല്ല, നമ്മുടെ മേൽ ദൈവത്തിൻ്റെ മുഖപ്രകാശത്തിൽ നമ്മളെ നടത്തുന്ന ദൈവമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് പറയാം, എൻ്റെ ദൈവം, എൻ്റെ കർത്താവ്, എൻ്റെ മഹോന്നതനായ ദൈവം, ആ ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. അതുകൊണ്ടാണ് പ്രാർത്ഥന കേൾക്കുന്ന ദൈവത്തെങ്കിലേക്ക് സകല ജഡവും അടുത്തു വരുന്നത്. ഇങ്ങനെ അവകാശപ്പെടുവാൻ കഴിയുന്ന യേശുക്രിസ്തു അല്ലാതെ വേറെ ഒരു ദൈവവും ഇല്ലതാനും.